ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപം ആത്മസ്വരൂപമായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അന്ന് വീടുകളിലെ അമ്മമാരും മുത്തശ്ശികളും ആദരിച്ച് കാണിച്ചു. ആഴ്ചയിലെ ഇങ്ങനെ വ്രതങ്ങളെടുത്തും അല്ലെങ്കിൽ മറ്റുള്ള പ്രകൃതിയെ ആരാധിച്ചും എല്ലാത്തിനെയും സ്നേഹിച്ചും കാണിച്ചതുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് തന്നെ ശാസ്ത്രം മക്കൾക്കൊക്കെ പഠിക്കാതെ തന്നെ പ്രവൃത്തിയിൽ ചെയ്യാൻ പറ്റി. അവർ ജീവിച്ച് കാണിച്ചു, നമുക്കും അത് പിന്തുടരാൻ സാധിച്ചു. ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളിൽ ആരും കാണിച്ചു കൊടുക്കാനുമില്ല, വീട്ടിലും ആളില്ല. ഇന്നിപ്പോൾ ആൾക്കാർ അതിൽ കേൾക്കാൻ പോകുന്നില്ല. ഇപ്പോൾ അതുകൊണ്ടാണ് റോഡിൽ സ്പീഡിൽ ഓടിച്ചാൽ ഫൈൻ ഇടുന്നു. ഫൈൻ ഇടുന്നതുകൊണ്ട് അവർക്ക് ഫൈൻ പേടിച്ചിട്ട് ആണ് പയ്യനെ ഓടിക്കുന്നത്. അല്ലെ പോലീസിലേക്ക് സ്പീഡിൽ പോകും. ശിക്ഷ കിട്ടുമെന്നുള്ള പേടി കൊണ്ടാണ് എന്തെങ്കിലും തെറ്റിയായിരിക്കുന്നതും നല്ല ചെയ്യാൻ തയ്യാറാകുന്നു, ധർമ്മത്തിൽ കൊടുപ്പാൻ തയ്യാറാകുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വന്നെല്ലാം ഇപ്പോൾ ക്യാമറ വെച്ച് എല്ലാം കാണുന്നവൻ കേൾക്കുന്നവൻ നാളെ ഉണ്ടായപ്പോൾ കുറച്ച് അവിടെ വരുമ്പോൾ ക്യാമറയുടെ അടുത്ത് കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം കാണുന്ന കേൾക്കുന്ന മനസ്സാക്ഷിയുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം മനസ്സാക്ഷിയുടെ കൊണ്ട് പിടിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് വിജയം കിട്ടാൻ നമ്മൾ നല്ല കർമ്മം കൊണ്ട് ചെയ്താലേ പറ്റുള്ളൂ. നല്ല കർമ്മത്തിന് നല്ല ഫലം, ചീത്ത കർമ്മത്തിന് ചീത്ത ഫലം. പാടത്ത് നമ്മൾ പതിരിട്ടാൽ നെല്ല് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്ന അതാണ് തിരിച്ച് കിട്ടുന്നത്. ശാസ്ത്രങ്ങളിൽ ചിലയിടത്ത് പറയും, ഗുരു പറഞ്ഞത് ശിഷ്യൻ അന്ധമനുസരിക്കണം, ഒരു വാക്കുപോലും മറുത്ത് പറയരുതാണ്. എന്നാൽ മറ്റു ചിലങ്ങളിൽ പറയും, ഗുരു പറഞ്ഞതിന് ശിഷ്യൻ സ്വന്തം ബുദ്ധി കൊണ്ട് വിവേകിച്ച് ഉചിതമായി ചെയ്യണമെന്ന്. ഇതിൽ ഏതാണ് ശരിയെന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. ഇത് പറയുമ്പം ഒരു കഥ ഓർക്കുകയാണ്. ഒരിക്കലും ഒരു ഗുരുവിനെ കാണാൻ 2 ഭക്തന്മാർ ഉച്ച സമയത്ത് വന്നു. അവർ ഗുരുവിനോട് ഇതേ സംശയം തന്നെ ചോദിച്ചു. ഗുരു അവരോട് ഇവിടെ ഇരിക്കുന്നു പറഞ്ഞതിന് ശേഷം ശിഷ്യനോട് വിളിച്ച് പറഞ്ഞു, മോനെ ഇവർക്ക് കഴിക്കാൻ കാപ്പിയും മറ്റ് മധുരപലഹാരങ്ങളും കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ശിഷ്യനുടെ അകത്ത് പോയിട്ട് വന്നവർക്ക് കഴിക്കാൻ ചായയും പരിപ്പുവടയും കൊണ്ട് വെച്ച്. വന്ന ഭക്തർ അമ്പരന്ന്, ഇത് എന്തൊരു ശിഷ്യനാണെന്ന്. ഗുരു പറഞ്ഞ എങ്ങനെ, ശിഷ്യൻ ചെയ്ത് ഇങ്ങനെ കാപ്പിയും മധുരപലഹാരങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ചായയും പരിപ്പുവടയും കൊണ്ട് വെച്ചിരിക്കുന്നു എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുകയാണ്. അവരങ്ങനെ രണ്ടുപേരോട് ഇങ്ങനെ ചർച്ച ചെയ്തതിന് ശേഷം പിന്നെ അവർ ഗുരുവിനോട് തങ്ങളുടെ നേരത്തെയുള്ള സംശയത്തിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചു. എന്നിട്ട് ഇവരോട് ഗുരു ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് വീണ്ടും ശിഷ്യനെ വിളിച്ചുകൊണ്ട്, മോനെ നീ ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട് വരാൻ പറ. ഇതെന്ന് ഗുരു പറയുന്നത്, ഈ നട്ടുച്ച സമയത്ത് വിളക്ക് കൊണ്ടുവരാൻ എന്തിനാണ് പറയുന്നത് എന്ന് അവർ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എന്നാൽ ശിഷ്യൻ ഗുരു പറഞ്ഞ പോലെ വിളക്ക് കത്തിച്ച് കൊണ്ടുവന്ന് ഗുരുവിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഗുരു മൗനമായിരുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ഗുരു വന്നവരോട് ചോദിച്ചു, നിങ്ങളുടെ സംശയത്തിന് ഉത്തരം കിട്ടിയില്ലേ എന്ന് ചോദിച്ചു ഗുരു. അവർ പറഞ്ഞു, ഇല്ല ഗുരു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. വന്നവർ പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞ്, ഞാൻ അവനോട് നിങ്ങൾക്ക് കാപ്പിയും മധുരപലഹാരവും നൽകാനാണ് പറഞ്ഞത്, എന്നാൽ അവൻ നിങ്ങൾക്ക് ചായയും പരിപ്പോടെയാണ് കൊണ്ട് തന്നത്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഇപ്പോൾ ആശ്രമത്തിൽ കാപ്പിയും മധുരപലഹാരങ്ങളും ഇല്ല എന്ന്. അപ്പം ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞെങ്കിലും എന്നാൽ അവൻ അന്ധമായി ഞാൻ പറഞ്ഞ പോലെ അനുസരിക്കുകയല്ല ചെയ്തത്. അവിടെ അവൻ സ്വന്തം വിവേകം ഉപയോഗിച്ചു. എന്ന് വെച്ചാൽ അവിടെ കാപ്പിയും മധുരപലഹാരങ്ങളും ഇല്ലായിരുന്നു ആശ്രമത്തിൽ. ഗുരു അവിടെ അങ്ങ് പറഞ്ഞ കാര്യങ്ങളില്ല എന്നുമല്ല വന്ന് പറഞ്ഞു. അവർ ഉച്ചയ്ക്ക് വന്നിരിക്കുകയാണ്, വിശന്നായിരിക്കും വന്നിരിക്കുന്നത്, ഉള്ളത് നമുക്ക് കൊണ്ടു കൊടുക്കാം. അപ്പോൾ ഉള്ളതെന്താണ്, ഈ പരിപ്പുവടയും ചായയുമാണ്. അതിനുള്ള സാധനം ഉണ്ടായിരുന്നു, അതുണ്ടാക്കി കൊണ്ടുപോകും. അങ്ങനെ അവൻ വിവേകിച്ച് തന്നെയാണ് ആ സമയത്ത് കൊണ്ടുവന്നത്. പിന്നീട് ഞാൻ അവനോട് വിളക്കത്തിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ
അവനറിയാം ഉച്ചയ്ക്ക് വിളക്കിൻ്റെ ആവശ്യമില്ല. എങ്കിലും ഗുരു പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടാകും എന്ന് തിരിച്ച് അവൻ വിളക്ക് കത്തിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. അതിലും വിവേകവും അനുസരണയുമുണ്ട്. വിവേകവും അനുസരണയും പരസ്പരം വിരുദ്ധമായ കാര്യങ്ങളല്ല. ഗുരു പറഞ്ഞതിനെ അന്ധമായി അനുസരിക്കണമെന്ന് പറഞ്ഞത് ശരിയാണ്, എന്നാൽ അപ്പോഴും വിവേകം വേണം. ഗുരു പറഞ്ഞത് ചിലപ്പോൾ അതേപടി അനുസരിക്കുന്നത് ഉചിതമാകുകയില്ല. അപ്പോൾ വിവേകിച്ച് നീങ്ങണം. അപ്പോഴും അന്ധമായ അനുസരണ ഗുരുവിനോട് ഉണ്ടായിരിക്കണം. അങ്ങനെ ആ വിവേകവും അനുസരണയും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ കഴിയും. സാഹചര്യത്തിലെ വിവേകം, അതാണ് അമ്മ എപ്പോഴും മക്കളെന്ന് കൊതിക്കുന്നത്. ആ വിവേകം തന്നെയാണ് അനുസരണ. അനുസരണ ഉണ്ടെങ്കിൽ ശരിക്കും വിവേകവും വരും, അവൻ ആ കഴിവുണ്ടാവും. ശാസ്ത്രങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ചൂണ്ടുവലകയാണ്. ഇപ്പോൾ ഒരു പരസ്യം കാണും, അതിനെ കെട്ടിപ്പിടിച്ച സാധനം കിട്ടത്തില്ലല്ലോ. മാപ്പ് നോക്കിയിരുന്നാൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തത്തില്ല. അപ്പം നമ്മൾ അതനുസരിച്ച് വിവേകിച്ച് പോകണം. ഓരോ കാര്യങ്ങളും സാഹചര്യങ്ങളെ വിവേകിക്കാനുള്ളതാണ് ശാസ്ത്രങ്ങൾ. നമ്മൾ പറഞ്ഞില്ല, അഗ്രികൾച്ചർ പഠിച്ചവൻ വൃക്ഷങ്ങൾ നട്ട് വളർത്തുമ്പോൾ അതിന് കേട് വരുമ്പോൾ ഇന്ന മരുന്ന് കൊടുക്കണം, ഇന്ന മരുന്ന് കൊടുക്കണം, ഇന്ന കൊടുക്കണം എന്ന് മനസ്സിലാക്കി ചെയ്യുന്നത്. അപ്പം അതുപോലെ ശാസ്ത്രങ്ങൾ ഇന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തെല്ലാം തന്നെ ഗുണദോഷ മിശ്രമാണ്. എന്നാൽ ഒട്ടും തന്നെ കളങ്കോ ദോഷമോ ഇല്ലാത്തവനാണ് ഗുരു. പൂർണ്ണനായ ഗുരു ശിഷ്യനെ എന്ത് ചെയ്താലും അത് ശിഷ്യനെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. സൂര്യൻ്റെ തേജസ് അന്ധകാരത്തെ അകറ്റുന്നതാണ്. എന്നാൽ അത് ചിലപ്പോൾ നമ്മളെ പൊള്ളിച്ചെന്നും വരാം. എന്നാൽ ചന്ദ്രൻ്റെ തേജസ് അങ്ങനെയല്ല, അത് അന്ധകാരത്തെ അകറ്റുമ്പോഴും കുളിർമയുള്ളതാണ്. അത് സുന്ദരമാണ്, ആനന്ദം പകരുന്നതാണ്. അതുപോലെയാണ് ഗുരു. ഗുരു കളങ്കമില്ലാത്ത പൗർണമി ചന്ദ്രനാണ്. പൗർണമി നിലാവ് പോലാണ് ഗുരുവിൻ്റെ കാരുണ്യം. ഒരു സദ്ഗുരുവിന് എപ്പോഴും നന്മ മാത്രമേ ഉണ്ടാകൂ. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ശിഷ്യൻ തെറ്റിയത് ശിക്ഷ കിട്ടുകയില്ല എന്ന അർത്ഥമില്ല. ശിക്ഷ ലഭിക്കാം, എന്നാൽ ആ ശിക്ഷയും ശിഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ഒരു സാധകൻ്റെ ഏറ്റവും വലിയ ധനം സമയമാണ്. ഉള്ള സമയം പാഴാക്കാതെ സമർപ്പണ ഭാവത്തോടെ ഗുരുവിൻ്റെ ഉപദേശം അനുസരിക്കുവാനും ജീവിതം അർത്ഥപൂർണ്ണമാക്കാനും ഒക്കെ കഴിയട്ടെ. അതിന് കൃപ മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നിതാന്ത നിയോഗം നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Right you are, it is hard for ordinary people, as you said. Ordinary people to be fearless in a world, society, where there are too many things to be fearful. That's very true. I agree. I totally agree with you. Even our relationships have a fear factor in it. There is a fear factor even in a marital relationship. I agree, but dear Chandran, you, I, and the rest of Amma's community all over the world are not ordinary people. I declare that to the world. We are not ordinary people. We are Amma's children, so we are special. I have no reservations to say that. We are Amma's children, so we are special. We are not ordinary, but extraordinary. No, I'm not joking. I'm not joking. How can we not be special? Think of the people who were blessed to live with Lord Rama in the Treta Yuga, and who were blessed to live close with Lord Krishna in Dwapara Yuga, and those who were fortunate to live with Buddha and Jesus Christ. And now in this Kali Yuga, out of the 7.8 billion people in the world, maybe more. This was in 2020. Out of the 7.8 billion in the world, only a handful of us are chosen to be with this miracle known as Amma. Don't you think we are special? I'm not saying this to boost your ego or boost my ego, to satisfy my ego or somebody else's ego, but to remind you how incomparably lucky we are. Amma's children all over the world. Amma's presence in our life has bestowed on us a new mission, a new vision, both inner and outer. It's like Divya Chakshu, as Vyasa bestowed on Sanjayan, to see the entire Mahabharata battle, every single aspect of the battle, from the smallest to the biggest. So Amma has given us a special boon, a special eye, a special vision. Of course, we need to work on this unique gift, and we are doing our best. No doubt. As you said, I totally agree with you. Life is full of uncertainties. People live in fear. There is injustice, oppression, violence, and so forth. It is true that we are incapable of changing the world, the set patterns. However, you and I changed. Yes. We think differently. Millions of Amma's children across the world have changed. They think differently. That's huge. That's huge. With Amma in our lives, we have uplifted ourselves at least to some degree. And that much more peace. And that much less injustice. And that much less oppression. That much more love. That's a magnificent contribution, dear Chandran. We did not have any fear to allow Amma in our lives, did we? You fearlessly faced your family members and friends when they tried to discourage you. Correct? Yes. There must have been so much of pressure.
to leave this path, to forget Amma, that you are doing the wrong thing. People criticized you, the family members, friends. I faced all those challenges, but I was fearless and you were fearless. Millions of people were fearless. The millions of Amma's children did not fear society nor their near and dear ones to think and act differently. So how can you say that we were fearful? We were not fearful. I mean, not 100%. At least to some degree, maybe 10%, 5%, 2%, that's enough. So, of course, when there is a frightful situation, what are you supposed to do? You just be fearful. What's wrong in it? The whole world is plagued by corona. Governments have declared lockdown. And in this condition, if you want to demonstrate your fearlessness by going out and hugging people, mingle with anyone and everyone, I can only sympathize at your stupidity. Not yours. I'm just talking about anyone who wants to demonstrate their fearlessness in this situation and go out in the marketplace and do anything and everything they want. And so you have to be fearful. That's natural. And run, escape if a situation demands it. And you have to be afraid. If there is a fear-invoking situation, there is a normal response or reaction to such a situation, a negative situation, a challenging situation. And even Krishna ran away from the battlefield when there was a situation. Lord Krishna, not out of fear, but the situation demanded that. And Amma, sometimes she lays low. She doesn't speak a word. You can pressurize her. You can try to influence Amma. Amma, say something. One word. No. Absolutely nothing. Silence. Is that out of fear? No. Why do you want to stay in front of the tsunami waves with all your muscles when you can easily save your life by running away? Conversely, in the name of fearlessness, if you stay right on the spot, it can only be seen as a lack of discernment, not an act of wisdom.